നിലത്തെഴുതുമ്പോൾ മഷി കയ്യിൽ പടരുന്നു. കത്രിക ഉപയോഗിക്കുമ്പോൾ വിരലുകൾ വേദനിക്കുന്നു. ക്ലാസ് മുറിയിലെ ഡെസ്ക് മുതൽ കമ്പ്യൂട്ടർ മൗസ് വരെ നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ആ 10% ഉള്ളവരാകാം. അതെ, ലോക ജനസംഖ്യയിലെ 10% വരുന്ന ഇടതു കൈക്കാരുടെ ലോകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും വലതു കൈ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. സ്കൂളിലെ ബെഞ്ചും കസേരയും മുതൽ അടുക്കള ഉപകരണങ്ങൾ വരെ ഇടതു കൈക്കാർക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. എഴുതുമ്പോൾ കൈ പേപ്പറിന് മുകളിലൂടെ നീങ്ങുന്നതിനാൽ മഷി കയ്യിൽ പടരുന്നത് ഇടതു കൈക്കാരുടെ ഒരു സ്ഥിരം പരാതിയാണ്. പക്ഷെ ഇത്തരം പ്രതിസന്ധികളോട് പൊരുത്തപ്പെട്ടാണ് ഓരോ ഇടതു കൈക്കാരനും മുന്നേറുന്നത്. എന്നാൽ കായിക രംഗത്ത് ഈ ഇടതുകൈ ഒരു വലിയ ആയുധം തന്നെയാണ്. ക്രിക്കറ്റിലെ ഇടതുകൈ ബാറ്റർമാരും ബൗളർമാരും എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ടെന്നീസ്, ബാഡ്മിന്റൺ തുടങ്ങിയ കളികളിൽ എതിരാളികൾക്ക് പരിചയമില്ലാത്ത ആംഗിളുകൾ സൃഷ്ടിക്കാൻ ഇടതുകൈ താരങ്ങൾക്ക് സാധിക്കും. ഇടതുകൈ കൊണ്ട് ലോകം കീഴടക്കിയ പ്രമുഖർ നിരവധിയാണ്. ലോകത്തിലെ എക്കാലത്തെയും മികച്ച ടെന്നീസ് താരങ്ങളിൽ ഒരാളായ നദാലിന്റെ ഇടതുകൈ ഫോർഹാൻഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നായിരുന്നു. എതിരാളിയുടെ ബാക്ക് ഹാൻഡ് ഭാഗത്തേക്ക് ശക്തമായ ടോപ്പ് സ്പിൻ ഷോട്ടുകൾ കളിക്കുന്ന നദാലിന്റെ ശൈലി ടെന്നീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തന്ത്രങ്ങളിൽ ഒന്നായി മാറി. സംഗീത ലോകത്തെ ഇതിഹാസമായ പോൾ മക്കാർട്നിയും പ്രശസ്തനായ ലെഫ്റ്റ് ഹാൻഡർ ആണ്. ദ ബീറ്റ്ലസിലെ ബാസിസ്റ്റും ഗായകനുമായ മക്കാർട്നി ഇടതു കൈ ഉപയോഗിച്ച് ഗിറ്റാർ വായിക്കുന്നതിലൂടെ തന്നെ വേറിട്ട് നിൽക്കുന്നു. കലാകാരന്മാർ മാത്രമല്ല, ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തക്കാരനും ചിന്തകനുമായ ലിയനാർഡോ ഡാവിഞ്ചിയും ചരിത്രത്തിലെ ശ്രദ്ധേയനായ ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഇടതു കൈ ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ എഴുത്തും മിറർ റൈറ്റിംഗ് എന്നറിയപ്പെടുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചിത്രകല മുതൽ ശരീരശാസ്ത്രം വരെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും പ്രശസ്തനായ ഇടതു കൈക്കാരനാണ്. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കളിൽ ഒരാളായ ഒബാമ ഇടതു കൈ ഉപയോഗിച്ചാണ് എഴുതുകയും ഒപ്പിടുകയും ചെയ്തിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിലും നിരവധി ലെഫ്റ്റ് ഹാൻഡർമാർ ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു കൗതുകമായ വസ്തുതയാണ്. സിനിമയിൽ ലേഡി ഗാഗ, ടോം ക്രൂസ് എന്നിവരും ഇടതു കൈക്കാരാണ്. ഫുട്ബോൾ ഇതിഹാസം ഡിയാഗോ മറഡോണയെ ലോകമോർക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടതുകാലിന്റെ മാന്ത്രിക പ്രകടനങ്ങളിലൂടെയാണ്. എന്നാൽ കൈ ഉപയോഗിക്കുന്നതും കാൽ ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇടതു കൈക്കാർക്ക് ക്രിയേറ്റിവിറ്റിയും ബുദ്ധിശക്തിയും കൂടുതലാണെന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നതാണ് സത്യം. ഇടത് കൈ ഉപയോഗിക്കുന്നത് ഒരു സ്വാഭാവികമായ ശാരീരിക പ്രത്യേകത മാത്രമാണ്. അതൊരു കുറവോ അല്ലെങ്കിൽ അമാനുഷിക കഴിവോ അല്ല. ആഗസ്റ്റ് 13 ലോക ഇടതു കൈക്കാരുടെ ദിനമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പേന പിടിക്കുന്ന കൈ ഏതാണ് എന്നതല്ല, ആ കൈ കൊണ്ട് നിങ്ങൾ എന്ത് സൃഷ്ടിക്കുന്നു എന്നതിലാണ് കാര്യം. വ്യത്യസ്തമായിരിക്കുക എന്നത് പിന്നിലാകുക എന്നല്ല, മറിച്ച് ലോകത്തെ മറ്റൊരു ആംഗിളിലൂടെ കാണുക എന്നതാണ്.